പോരെ? പോരാ. ശിവ ശിവ, ഇവിടെയും തെറ്റിയോ? ഓടോ, ഇറങ്ങണോ പുറത്ത്? ശരി ശരി. എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ല, നിങ്ങൾക്ക് ഇത് തന്നെയാണ് അനുഭവം. ഏറെ കളിച്ചാൽ ഇവൻ എന്റെ മകനുമല്ല, നീ എന്റെ ഭാര്യയല്ല. പിന്നെ അല്ലെന്ന് ചുമ്മാ അങ്ങാട്ട് പറഞ്ഞാ മതിയാ? ഇല്ല, ഇവളെന്നെ കൊണ്ട് മുഴുക്കൻ പറയിപ്പിച്ചേ അടങ്ങുള്ളൂ. എടീ, ഞാൻ ചെത്താൻ പൊക്കൊണ്ടിരുന്ന കാലത്ത് നീ നിന്റെ വീട്ടുമുറ്റത്ത് നിന്നുണ്ട് എന്നാങ്കിലും ഒക്കെ കയ്യും കലാശവും കാണിക്കും. ഞാനും കാണിക്കും. ഒരു ദിവസം ഞാൻ കൈകാട്ടി വിളിച്ചപ്പ നീ എന്റെ കൂട്ടത്തിൽ പോന്നു. നിന്റെ ആങ്ങളമാരെ നാണം കെട്ട നാറികയായതുകൊണ്ട് നിന്നെ ഞാൻ പൊറുപ്പിച്ചു. ഇവനെ നീ പെറ്റ്. അതുകൊണ്ട് ഭാര്യയാകുക. ഭാര്യയാകണമെങ്കിലേ നിയമമുണ്ട്, രേഖ വേണം, രേഖ. ഇല്ലെങ്കിൽ ഇറക്കി വിട്ടാ പോണം. അമ്മയും മോനും അത് മറക്കാണ്ടിരുന്ന കൊള്ളാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പോലാത്തുകാരോട് നിങ്ങൾക്ക് വിരോധമുണ്ട്, അതിന് പകരം വീട്ടണത് അവിടെ ഇട്ട് ചാരായം മാറ്റിയിട്ടാണ്. ചാരായം വാറ്റണത് കൊണ്ട് തീർന്നില്ലടി, പുറകെ വേറെ വന്നുണ്ടേ. ശരി, അച്ഛൻ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോലീസ് സമ്മതിച്ചില്ലെങ്കിലോ? പോലീസിന്റെ സമ്മതം കൊച്ചുവാവക്കെന്തിനാണ്ട, അതിന് മുകളിലുള്ളവർ സമ്മതിച്ചാ പോരെ. കെട്ടണ്ടവരെ എല്ലാം കെട്ടണ്ട പോലെ കെട്ടിക്കൊണ്ട് തന്നെയാണ് കൊച്ചുവാവ ചാരായം വാറ്റിക്കൊണ്ടിരിക്കണത്. ഇനി വാറ്റാൻ പോണതും അങ്ങനെ തന്നെയാണ്. ഇല്ല, ഇനി അത് നടക്കില്ല. അച്ഛനെ പോലുള്ളവർ പണ്ട് അങ്ങനെ പലതും ചെയ്തിരിക്കും. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. ആ കാള ഈ മണ്ടൻ ഗണേശനോട് എന്നാ പറയാനാണ്? എടീ മങ്കെ, നമ്മടാ ഇവിടാ തന്തയുടെ പൊലകുളി, പെണ്ണിന്റെ പുളികുടി, അല്ലെങ്കിൽ മകന്റെ മകളുടെ കല്യാണം, ഇതൊന്നും അല്ലെങ്കിൽ പാട്ട് രാണ്ടുശാത്തം എന്നൊക്കെ പറഞ്ഞ് ചില നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ വരാറില്ലേ? പിന്നെ ഇല്ലേ? അവരൊക്കെ ഇവിടെ വന്നതേ കൊച്ചുവാവനെ വിളിച്ചോണ്ടുപോയി വയറ് നിറച്ച് ചാറ് തരാനൊന്നുമല്ല, അവരുടെയൊക്കെ തഞ്ചിയും കീശയും വീർപ്പിക്കാൻ രൂപ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൊച്ചുവാവുമാരുടെ രൂപ മേടിച്ച മന്ത്രിമാരും നേതാക്കന്മാരും സർക്കാരും ഒക്കെ കൊച്ചുവാവുമാര് വരയ്ക്കണ വരെ നീക്കും, ഇരിക്കും, കിടക്കും, പെടുക്കും. ഓടാ. ഇതൊരു അത്ഭുതം തന്നെയാ. അത്ഭുതോ? ഏത്? രമണൻ കയ്യിലെടുക്കുമ്പോഴെല്ലാം ഞാൻ മോഹനെ ഓർമ്മിക്കുമ്പോഴെല്ലാം മോഹൻ വരികയും ചെയ്യും. അത്ഭുതമല്ലേ അത്? ഓ, അതാണോ? ഭയങ്കര അത്ഭുതം. ആ, നമ്മുടെ രാമനായരെ ചീറ്റും പിഴിഞ്ഞും പോണുണ്ടല്ലോ. വഴി വെച്ച് ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. എന്താ കാര്യം? എവിടുന്നെങ്കിലും അരി കടം വാങ്ങാനാവും. കടം വാങ്ങാനോ? കാശില്ലാച്ചാ കടം വാങ്ങണം, അല്ലാണ്ട് എങ്ങനെയാ? അത് ശരി. അപ്പോ ലത ഇന്നെന്ത് കഴിച്ചു? കൊഴുക്കട്ട. മോഹന് വേണോ? ഗോതമ്പിന്റെയാ. എന്തായാലും ഇപ്പൊ വേണ്ട. ഇതാ. എന്താ ഇത്? കണ്ടിട്ടില്ലേ? പേഴ്സ്. ഇതങ്ങ് വാങ്ങിക്കൂ. എന്തിനാണാവോ? വാങ്ങാൻ പറഞ്ഞാ വാങ്ങണം. ശരി, വാങ്ങിച്ചു. അതിനകത്ത് 1000 രൂപയുണ്ട്. വലിയ മുതലാളിയുടെ മകനില്ലേ, കാണാണ്ടിരിക്കില്ല. ദാ വച്ചോളൂ. അതിലേതാ എടുത്തോളൂ. പണത്തിനൊക്കെ ഇവിടെ വലിയ ബുദ്ധിമുട്ടല്ലേ? അത് ശരി. മോഹൻ ഇതങ്ങോട്ട് വാങ്ങൂ. എന്തിന്? എന്നോട് പറഞ്ഞപ്പോ ഞാൻ വാങ്ങിയില്ലേ, ഇനി ഞാൻ പറഞ്ഞിട്ട് മോഹൻ വാങ്ങിക്കോളൂ. ഇത് ഞാൻ ലതയ്ക്ക് തന്നതാണ്. മോഹന് വിഷമം തോന്നണ്ട, ഇതെനിക്ക് ആവശ്യമില്ല. സാരമില്ല തമ്പുരാട്ടി, ഞാനല്ലേ തരുന്നത്. സ്നേഹം കൊണ്ട് തന്നതല്ലേ. മോഹന് എന്നോട് സ്നേഹമുണ്ടെന്ന് പറയണത് സത്യം തന്നെ അല്ലേ? അത് ബോധ്യപ്പെടുത്താൻ ഞാൻ എന്ത് ചെയ്യണം? വിശേഷിച്ച് ഒന്നും ചെയ്യണ്ട, ഇതങ്ങോട്ട് വാങ്ങിയാ മാത്രം മതി. എന്നോട് ഇഷ്ടമുണ്ടേച്ചാ വാങ്ങണം. മോഹൻ എനിക്ക് സ്നേഹം തന്നോളൂ, എത്ര തന്നാലും വാങ്ങാം. പകരം എന്റെ പ്രാണനും തരാം. പണം മാത്രം എനിക്ക് തരല്ലേ മോഹൻ. അതെന്താ? പണം വാങ്ങണതും കൊടുക്കണതും പണക്കാർ തമ്മിലാവണതാ ഭംഗി. ഒരു പരാതി ഉണ്ടാവില്ല. പാവപ്പെട്ടവര് വാങ്ങണത് നന്നല്ല. അച്ഛൻ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസം വേണമല്ലേ? തന്നത് ഏതായാലും ഞാൻ തിരിച്ചു വാങ്ങില്ല. അത് പറ്റില്ല. ഇത് വാങ്ങാണ്ട് ഞാൻ സമ്മതിക്കില്ല. ഇത് വാങ്ങിക്കൊള്ളു മോഹൻ. വാങ്ങാനല്ലേ പറയണത്? ഞാനിത് തിരിച്ചു വാങ്ങിയാലോ അല്ലേ? ഞാൻ
പണം തന്നേനല്ലേ ലത കരഞ്ഞത്? അല്ല, പിന്നെ ഞാൻ മോഹനോട് കോപിക്കേണ്ടി വന്നില്ലേ? മോഹൻ കാരണല്ലേ ഞാൻ കോപിച്ചത്. ഓ അതാണോ? അത് സാരമില്ല. എനിക്കൊരു തെറ്റുപറ്റി, അതുടനെ തിരുത്തുകയും ചെയ്തു. അല്ലെങ്കിൽ തന്നെ ഇതാണോ കോപം? പേഷായി. അപ്പോ മോഹൻ എന്നോട് വഴക്കില്ല? വഴക്കോ? എന്തിന്? ലത എന്നോട് പിണങ്ങിയെന്നല്ലേ ഞാൻ കരുതിയത്. ഓ, ഒരു കാര്യം ചോദിച്ചില്ല. ഞാൻ പോന്നതിൽ പിന്നെ മോഹന്റെ അമ്മ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞുവോ? എന്നെ ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക്? ഞാൻ ചോദിക്കണമെന്നും മോഹൻ കേൾക്കണില്ലേ? ഒന്നിനും മറുപടി പറയണില്ല. എങ്ങനെ പറയില്ലതേ? എന്താ മോഹൻ, അമ്മയ്ക്ക് എന്നെ ഇഷ്ടായില്ലേ? ഇഷ്ടപ്പെട്ടില്ല എന്ന് അമ്മ പറഞ്ഞുവോ? എന്റെ അമ്മ പറഞ്ഞത് എത്ര ശരിയാണ്. എന്തു പറഞ്ഞു? എട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവൻ തമ്പുരാട്ടിക്കുട്ടി. അപ്പോ എന്നോട് സ്നേഹം ഉണ്ടല്ലോ? ഇല്ല അച്ഛാ, പാവെന്ന് പറയോ? അമ്മയ്ക്ക് എന്നോടുള്ളതിലേറെ സ്നേഹം ലതയോടാണെന്ന് തോന്നുന്നു. നോക്കൂ, എന്നിട്ട് എന്നെ കളിപ്പിച്ചിരിക്കണോ? ഇനി നോണ പറയോ? എന്നെ പൊട്ടിയാക്കുവോ? നോണ പറയോ? പറയോ? ലതയെ കണ്ടതിന് ശേഷം അമ്മയ്ക്ക് ഒരൊറ്റ ദുഃഖമേ ഉള്ളൂ. ദുഃഖോ? എന്തിന്? ലത കരയുന്നത് കാണേണ്ടി വന്നാലോ എന്ന ദുഃഖം. ഞാൻ എന്തിനാണാവോ കരയണത്? നമ്മുടെ സ്നേഹത്തിന് ആരെങ്കിലും എതിര് നിന്നാലോ? എതിര് നിന്നുവച്ചാൽ നമ്മള് രണ്ടാളും ഒരുമിച്ച് അങ്ങോട്ട് മരിക്കും. അപ്പൊ പിന്നെ എങ്ങനെ കരയണത്? ഏതായാലും മരിക്കാൻ ഞാനില്ല. മോഹന് ഭയാന്ന് വെച്ചാൽ മരിക്കണ്ട കേട്ടോ. ഞാൻ മരിച്ചോളാം. എന്തായാലും മോഹൻ ഇല്ലാണ്ട് ഞാൻ ജീവിക്കില്ല, അത് തീർച്ചയാ. അതിന് മരിക്കണോ? എതിർത്താൽ നമ്മളും എതിർക്കും. മോഹന്റെ അച്ഛൻ എങ്ങനെയാ? അച്ഛൻ എതിർക്കും, തീർച്ച. അത് പിന്നെ അങ്ങനെ ഒരു സാധനോ? സാധനോ? അച്ഛനെ അങ്ങനെ പറഞ്ഞൂടാ, ദോഷ. ഒരു ദോഷമില്ല ഇങ്ങനെ ഒരു അച്ഛൻ. കൊറേ നേരം ഉണ്ട് കേട്ടാണ്ട് നിക്കേണേ. എന്റെ കുറ്റാ പറഞ്ഞ്, നീ എന്റെ തന്തയുടെ കുറ്റം കൂടെ പറഞ്ഞാലാന്ന പേടിയായിരുന്നു ഞങ്ങക്ക്, അല്ലേടോ സാറേ? ഓവേ യു എന്നത് താൻ ഇനിക്കെട്ട് വെക്കാൻ തുടങ്ങിയാടോ പുളുന്താനെ. ക്ഷമിക്കണം മുതലാളി, മുതലാളിയുടെ പിന്നാലെ നടന്ന് അറിയാണ്ട് എന്റെ വായന്ന് വീണതാ, ക്ഷമിക്കണേ. അപ്പൊ ഇങ്ങനെ ഒരിടപാട് ഇവിടെ നടക്കണുണ്ടായിരുന്നല്ലേ? കൊച്ചു തമ്പുരാട്ടി ആള് കൊള്ളാല്ല. എടോ കാഞ്ഞ ബുദ്ധി. കൊച്ചുവാവ കോലോം വിലക്ക് മേടിച്ചപ്പ കൊച്ചു തമ്പുരാട്ടി എല്ലാം കൂടെ മേടിക്കാൻ പോവുകയാണ്. ഇതാര് വെച്ച് തന്ന വേല? അപ്പളേ പൊന്നുമഹനെ മോഹനചന്ദ്ര വിളിക്കണു. നിന്റെ അമ്മക്കും ഇതിൽ കൈയുണ്ടല്ലേ? ഞാനൊന്നങ്ങാട്ട് ചെന്നോട്ടാ. എടോ സാറേ, എന്തോ? ഏതായാലും എന്റെ ഒരു സംശയം തീർന്നു. ഇവൻ എന്റെ മകൻ തന്നെ. എന്നത് ഒച്ചുവാവക്കട്ട. എന്റെ പൊന്നു മുതലാളി ക്ഷമിക്കണം, ഇത് ഞാൻ വേറെ ഒരിടത്ത് മൂളാൻ വേണ്ടി വെച്ചിരുന്നതാ. എന്റെ വായന്ന് അറിയാതെ വീണുപോയി, പൊറുക്കണേ. താനിടക്കിടക്ക് എനിക്കെട്ട് വെക്കണുണ്ടേ. എല്ലാം കൂടെ ഞാൻ അങ്ങാട്ട് തരും, അറിഞ്ഞില്ലെന്ന് വേണ്ട. ഓ, ഈ പെണ്ണ് ചാകാന്ന് പറഞ്ഞപ്പ അത് പറ്റുകയില്ലെന്ന് അവൻ പറഞ്ഞത് കേട്ടു. അപ്പൊ അവന് ബുദ്ധിയുണ്ട്. ഇവൻ എന്റെ മകൻ തന്നെ. വീട്ടിലാട്ട് പോ, ഞാൻ പുറകെ വന്നുണ്ട്. ചെല്ല് പോടാ. പറഞ്ഞേ മോഹൻ പൊക്കോളൂ, പൊക്കോളൂ മോഹൻ. ഇല്ലല്ലേ, ഞാൻ പോകുന്നില്ല. പോകാണ്ട് പിന്നെ മോഹന്റെ അച്ഛൻ. നെല്ല് ഞാൻ മോഹന്റെ അച്ഛനാകണേന് മുമ്പേ കൊച്ചുരാമന്റെ മകനായിരുന്നു കൊച്ചുവാവ. എന്നെ അങ്ങനെ വിളിച്ചാ മതി. ഇല്ല, അങ്ങനെ ഞാൻ വിളിക്കില്ല. എങ്കി ആരുടെ അച്ഛനാക്കിയിട്ട് എന്നെ വിളിക്കാണ്ട. എനിക്ക് നല്ലൊരു പേരുണ്ട്. പോടാ വീട്ടി. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞല്ലേ? നീ പിന്നെ ഇവിടെ സാമതിക്കാൻ പോവുകയാണ്. അച്ഛൻ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതിന്റെ ആവശ്യം അല്ല മുതലാളി, നമുക്കിവിടെ ഒരു ബുദ്ധി പ്രയോഗിച്ചാലോ? ബുദ്ധിയാ? എന്നതാണ്? ആരാദ്യം പോണമെന്നുള്ളതാണല്ലോ ഇവിടത്തെ ഇപ്പോഴത്തെ സജീവ പ്രശ്നം. എന്തായാലും മകന്റെ പിന്നാലെ അച്ഛൻ പോകുന്നത് നാട്ടു നടപ്പല്ല, അന്തസ്സുമല്ല. അച്ഛന്റെ പിന്നാലെ മകൻ വരട്ടെ, നമുക്ക് ആദ്യം ഒന്ന് പോവാം. പുറകെ വരട്ടെ. ബുദ്ധി എങ്ങനെയുണ്ട്?
ആ ഓ. കൊള്ളാ കൈയോട് അയ്യോ വേണ്ട ചെറിയ കാര്യം. കൈയോട് നിസ്സാര കാര്യത്തിന് എന്തിനാ? ശരി എന്നാ. ഒത്തി കൊള്ളാം ഫസ്റ്റ്. പക്ഷെ അത് തണ്ട. അയ്യോ പറഞ്ഞാ മതി. എടുത്തത് എനിക്ക് പോണം. എടുക്കേ ഞാനോ? എന്താ ഇത്? എന്താണ്ടി നിനക്ക് തരാൻ നിക്കാൻ മേലെ? ഭഗവാനെ, എനിക്ക് ആള് തെറ്റിപ്പോയാ. ഇവിടെ ഒരു ആനക്കാരനുണ്ടായിരുന്നല്ല, ദേ വന്നല്ല. എടുത്തേ. രാമൻ നായരെ. അയ്യോ എനിക്ക് മുന്നേ ഇതുപോലെ ആയാണ്ട് തെറ്റിക്കാട്ടാ. രാമൻ നായരെ, ഇവിടുത്തെ മുറികളൊക്കെ തുറന്നിടണം. സന്ധ്യ കഴിഞ്ഞ് വാറ്റാനുള്ള ഉപകരണങ്ങളുമായി ഞങ്ങളുടെ ആളുകൾ വരും. ശിവ മുറികളൊന്നും തുറന്നിടണ്ട രാമനാരെ. ആളുകളായി വരുന്നവർ അതുപോലെ മടങ്ങിപ്പോയിക്കോളും. നിനക്കെന്നാ പിരാന്ത? എടാ ഇത് കൊച്ചുവാവ വിലക്ക് മേടിച്ച സ്ഥലമാണ്. ചാരായം മാറ്റാൻ വേണ്ടിയാണോ വാങ്ങിയത്? ഞാൻ ഇവിടെ ഇട്ട് ചാരായം വാറ്റുകയോ ചക്കക്കുരു വറക്കുകയോ ചെയ്യും. നിന്നെ കൊണ്ട് എന്നാ കഴിയും? കഴിയുന്ന എന്താണെന്ന് കാണിച്ചു തരാം. അത് ശരി. മോഹൻ, വഴക്ക് വേണ്ട മോഹൻ. അച്ഛൻ വിചാരിച്ചാൽ സർക്കാരുകളെ കെട്ടാൻ കഴിഞ്ഞേക്കും. ഞാൻ വിചാരിച്ചാൽ കുറെ കൂട്ടുകാരെ കിട്ടും. ഇവിടെ ഇട്ട് ചാരായം വാറ്റിയാൽ ഞങ്ങൾ എല്ലാവരും കൂടി വന്നത് അടിച്ചുടയ്ക്കും. അപ്പൊ നീ ഇവിടെ ചിറ്റം കൂടിയത് ഇതിനു വേണ്ടിട്ടായിരുന്നല്ലേ? ഈ നിൽക്കുന്ന ഉണക്കപ്പെണ്ണിന് വേണ്ടിട്ട് നീ നിന്റെ അപ്പനാട് എതിരിടുവല്ലേടാ? ഇനി നിന്നെ ഞാൻ വെച്ചക്കത്തിലിടാ. ചെല്ലു വീട്ടിലാട്ട്. ഒരാത്ത ഞാൻ വീട്ടിൽ വന്നിട്ട് തന്നോളാ. എന്നെ കൂടെ അടിച്ച് കൊന്നോളൂ. എടീ വെണ്ണേ. എടിയോ ആട്ടിയാന്ന്. അയ്യ അതെ, കൊച്ചമ്പ്രാട്ടിയെ ആരും അങ്ങോട്ട് എടീന്ന് വിളിക്കാറില്ലേ? എന്നിട്ടിപ്പൊ കൊച്ചുവാവ വിളിച്ച? വിളിച്ചോന്ന് ചോദിച്ചാല് വിളിച്ചു. എന്നിട്ട് കൊച്ചുവാവക്ക് എന്നാ പറ്റി? ഒന്നും പറ്റില്ല. ആളും തരവും കണ്ട് ആട്ടിയില്ലെങ്കിലേ ഒരു തൊഴി അങ്ങാട്ട് വെച്ചരും. എടീ പെണ്ണേ, കൊച്ചു തമ്പുരാട്ടി, ഒരു കാര്യം അറിഞ്ഞിരിക്കണത് നല്ലതാണ്. ഈ ഭൂമിയിൽ അവന്റെ കൂടെ പൊറുക്കാന്ന് കരുതാണ്ട. കൊച്ചുവാവയുടെ കൊരവെള്ളയ്ക്ക് ജീവനുണ്ടെങ്കിൽ സമ്മതിക്കത്തില്ലടി. ഊര് വേണമെങ്കിൽ അവനെ മറന്നേരും. പാടൂ സാറേ. കല്യാണി